കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാ? ഇനി വളരെ മോശമായിട്ട് അക്ഷയിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീന കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീന കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോൾ ചെയ്യുന്നത്. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ അമ്മയെന്ന് പേരിട്ടിട്ട് അമ്മ പോയിട്ട് നമ്മുടെ അയലത്തെ ചേച്ചിമാർ പോലും സഹിക്കാത്ത രീതിയിലെ പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, എതിരില്ലാതെ തെരഞ്ഞെടുത്ത ഒരു പെൺകുട്ടി, അപ്പം എതിരില്ലാതെ തെരഞ്ഞെടുത്ത അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ടിനി ടോമിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ടിനി ടോമിന് ഒരുപാട് ഫേവർ ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്ത പെൺകുട്ടിക്കെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ, ഇതിനകത്ത് ടിനി ടോമിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ലക്ഷ്മി പ്രിയ ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാർ നടത്തുന്ന നായാട്ട് തുടങ്ങിയ സംഭവങ്ങളുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഈ അമ്മയ്ക്കകത്ത് നടക്കുന്നുണ്ട്. ഇതുപോലത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും അല്ല ഇതിനകത്ത്. ഈ ടിനി ടോമിനൊക്കെ മോഹൻലാലിനെയൊക്കെ ചേർത്ത് ഇത്തരത്തിലൊക്കെ പറയാനുള്ള ലൈസൻസും ഇത്ര ഹോൾഡും അമ്മയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. ഈ ഒരു വിഷയത്തില് അമ്മയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അൻസിബ വിഷമത്തോടെ അയക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. എന്തായാലും വളരെ പ്രബുദ്ധമായ കേരളമല്ലേ, ഇവരൊക്കെ ഈ സിനിമാ മേഖലയിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തികളുമല്ലേ, സാംസ്കാരിക നായകന്മാരല്ലേ, അവരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകണം. എന്തായാലും ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീന കുറുപ്പ് ചേച്ചി വന്നു. അപ്പൊ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും മാനസികമായിട്ട് വിഷമിച്ചിട്ടായിരിക്കണം ആ കുട്ടി ഇങ്ങനെ ഒരു വോയിസ് അതിനകത്ത് ഇട്ടത്. അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു സിനിമാ നടി, പ്രമുഖ നടനോട് ചേർത്ത് വെച്ച് പറയുന്നു, അതുപോലെ ഒരുപാട് പേരുമായിട്ട് ചേർത്ത് വെച്ച് അവരുടെ കഥകൾ പറയുന്നു, എല്ലാ വചനങ്ങൾ പറയുന്നു. എത്രയൊക്കെ വേൾഡ് ആണെങ്കിലും മാനസികമായിട്ട് ഒരു ഇറിറ്റേഷൻ ഇതിനകത്ത് ഉണ്ടാകും ആർക്കായാലും. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ അൻസിബയുടെ കൂടെ നിന്നിട്ടുള്ളത് വളരെ ചുരുക്കം ചില പേര് മാത്രമാണ്. അതിലൊന്നാണ് ഈ നീന കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നീന കുറുപ്പിന്റെ ഒരു വോക്കൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ ഒരു ഈസി മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ അക്ഷയിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ഇനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനിയെ കാണുന്നത് തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോൾ ചെയ്യുന്നത്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. പിന്നീട് ഈ വകകളിലെ അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട്, അൻസിബയോട്, ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ നീന കുറുപ്പിന്റെ ഈ ഒരു തുറന്ന പറച്ചിലോട് കൂടി ഒരുപാട് പേർക്ക് അതൊരു കറുത്ത മാർക്കായിട്ട് വന്നേക്കാണ്. കാര്യം എന്ന് പറഞ്ഞാല് അൻസിബയെ ഇത് ആക്ഷേപിക്കുന്ന ടൈമിൽ അവിടെ ഒരുപാട് പേരുണ്ടായിട്ടും ആരും പ്രതികരിച്ചില്ല. നീന കുറുപ്പ് മാത്രമാണ് ഏകദേശം ഒരു സപ്പോർട്ട് മൈൻഡിൽ സംസാരിച്ചത് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൻസിബയെ ജിഹാദി എന്നും അത്തരത്തിലേക്ക് DNA ശരിയല്ല എന്ന തരത്തിലേക്കൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ആ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ അത് വേറെ വിഷയം. അപ്പൊ ഒരാളുടെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇതുപോലൊരു സംഘടനയിൽ അവരുടെ ഭരണസമിതിയിൽപ്പെട്ട തന്നെ ഒരു പെൺകുട്ടിയെ, അതും വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ ഇത്തരത്തിലൊക്കെ ആക്ഷേപിക്കുമ്പോൾ ടിനി ടോമിന് ഇത്രയും സപ്പോർട്ട് അമ്മയിൽ കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് ഇത്രയും പെണ്ണുങ്ങളുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. DNA ഇപ്പൊ ശരിയല്ല എന്നുള്ളത് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അത് ആരുടെ DNA ക്കായിരുന്നു പ്രശ്നം, ആരുടെ മകനാണ് ഈ പുറത്ത് നിന്ന് കിടന്ന് ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് വൈറലായതാണ്. അത് നമ്മളെല്ലാം കണ്ട ഇഷ്യൂ ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് പ്രശ്നക്കാരൻ എന്നുള്ളത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കുച്ചം ഉണ്ടാവണം. ഒരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്
പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സിലാവും. ഈ നീനാകുറുപ്പ് ഡയറക്റ്റ് ഒരു സംഭവം അവർ ചർച്ച ചെയ്ത ഒരു റൂമിലേക്ക് കയറി ചെന്നപ്പം ഈ ലക്ഷ്മി പ്രിയ ഉൾപ്പെടെ ഈ ലക്ഷ്മി പ്രിയ ആണ് ഏറ്റവും കൂടുതൽ ടിനി ടോമിന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്. ലക്ഷ്മി പ്രിയയുടെ ഇഷ്യൂ നിങ്ങൾക്കറിയാലോ. ഈ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന വ്യക്തി ഈ അടുത്ത് തന്നെ ഒരു വഞ്ചന കുറ്റത്തിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരാളുടെ കയ്യിൽ നിന്നും നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതിയായിട്ട് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്, ഈ ലക്ഷ്മി പ്രിയ. ഈ ലക്ഷ്മി പ്രിയ പോലുള്ളവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ടിനി ടോമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും ഉൾപ്പെടുന്ന കുറച്ച് പേര് ഇരുന്നുകൊണ്ട് അൻസിബയെ കുറ്റം പറയുന്നത് ഈ നീനാകുറുപ്പ് കേട്ട് അത് അവര് ധൈര്യത്തോടു കൂടി പുറത്തു വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം വരട്ടെ, എല്ലാം ജനങ്ങൾ അറിയട്ടെ. ഇവരെയൊക്കെ തനിക്കോണം എന്താണ് എന്നുള്ളത് ജനങ്ങൾ അറിയണമല്ലോ. സ്ക്രീനിൽ വലിയ സൽപുത്രന്മാരാണല്ലോ ഇവരെല്ലാവരും. പിന്നെ നീനാകുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീനാകുറുപ്പാണ്. നീനാകുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാപ്പൂ മാ ചാന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറയുന്നത് ടിനി ടോം അല്ലാതെ നീനാകുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീനാകുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീനാകുറുപ്പ് തന്നെ. അതെ, ഒരു സ്ത്രീയായ താൻ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സ്ത്രീയായ തനിക്ക് ഒരു പരിഗണന നൽകാതെ ടിനി ടോമിനാണ് അതിൽ ഭൂരിപക്ഷം പേരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവര് എന്ത് ചെയ്യുന്നത്, പരിഗണനയും എന്തെടുക്കുന്നത്, മെജോറിറ്റി സപ്പോർട്ടും കൊടുക്കുന്നത്. എന്നാൽ അൻസിബയ്ക്ക് തിരിച്ചു കിട്ടുന്ന എന്താണ്, അവഗണന മാത്രമാണ്. അവരെ കേൾക്കാൻ പോലും അവരുടെ പരാതി ഉൾക്കൊള്ളാൻ പോലും ആരും എന്തെടുക്കുന്നത് തയ്യാറാകാത്ത അവസ്ഥയാണ് അമ്മയ്ക്കകത്തുള്ളത്. അപ്പൊ അമ്മയ്ക്കകത്ത് നടക്കുന്നത് ഇന്നലെ നമ്മൾ ശാന്തിവിള ദിനേശന്റെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് പറഞ്ഞതുപോലെ ഉള്ള ഇഷ്യൂ ആണോ എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെയാണോ എന്നുള്ളത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ടിനി ടോമുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷം ആവലാതികൾ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് അൻസിബ ഹസനാണ്. തന്റെ നേരെയുണ്ടായ മാനസിക പീഡനവും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുമാണത്. അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. പക്ഷേ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാര പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അൻസിബ എന്തായിരിക്കും ഇത് എറിഞ്ഞു പോയതും അത് മാത്രമല്ല മീഡിയയ്ക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തത്. ആ കൊച്ചിനെയും പിന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു പ്രമുഖ നടനായ മോഹൻലാലിനെയൊക്കെ കുറിച്ച് വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്തുക, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആര്, വയലില കുന്നില അമ്മയായ അല്ലെങ്കിൽ മഹതിയായ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഈ ലക്ഷ്മി പ്രിയ പോലെയുള്ള തൽപര കക്ഷികളും ഉണ്ടല്ലോ ടിനി ടോമിന്റെ കൂടെ. അപ്പൊ അവർ രണ്ടും കൂടെ ഒക്കെ ആവുമ്പോൾ ഓക്കും. ഏറ്റവും കൂടുതൽ അവരെ പോലുള്ള കുറെ ഏറെ മൂളികളാണ് ഈ ടിനിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൻസിബയെ പോലുള്ള ഒരു വ്യക്തി, എതിരില്ലാതെ തെരഞ്ഞെടുത്ത ഒരു വ്യക്തി. അപ്പം എന്താണ് അമ്മയ്ക്കകത്ത്, മതത്തിന്റെ പേരിലാണോ അതോ കുട്ടിയുടെ പേരിലാണോ ഈ ഇങ്ങനത്തെ അവഗണനകൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു വിഷയത്തില് ഈ പറയപ്പെടുന്ന അൻസിബ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീതി കിട്ടണം. അതൊരു സ്ത്രീ എന്ന നിലയ്ക്ക് കിട്ടേണ്ട നീതിക്ക് പുറമെ ഒരു വ്യക്തി മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ചിന്തിച്ചാലും നമുക്ക് ആ ഒരു കാര്യത്തെ അൻസിബയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഏതാനും കുറച്ച് വ്യക്തികൾ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ടിനിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, പറഞ്ഞു എന്ന് പറയപ്പെടുന്ന വാക്കുകൾ അങ്ങേയറ്റം മ്ലേച്ഛമായ വാക്കുകളാണ്. അത് മാത്രമല്ല, ഒരു പെണ്ണിനെ കുറിച്ച് അവിഹിതമായിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാകുന്നൊക്കെ പറഞ്ഞ് ഇവനൊക്കെ ഇതിലും നല്ലത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയില് ശാന്തിവിള ദിനേശേട്ടന്റെ വീഡിയോക്കകത്ത് ഒരുപാട്
അവൻ ആരാണ് എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് പുള്ളിയെ കുറിച്ച് ആവറേജ് എന്താണ് എന്നുള്ളത് മൊത്തത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇത് ഇപ്പോഴെങ്കിലും കെട്ടടങ്ങും എന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫോളോപ്പുകൾ വീണ്ടും ഉണ്ടാകും. നമുക്ക് വേറെ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു.